BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. യുണൈറ്റഡ് നഴ്സസ് ഇന്ത്യ ബഹ്റൈൻ ഏഷ്യൻ സ്കൂളുമായി ചേർന്ന് അമേരിക്കൻ മിഷൻ ഹോസ്പിറ്റലിന്റെ സഹായത്തോടെ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഏകദേശം 200ഓളം മാതാപിതാക്കളും കുട്ടികളും പങ്കെടുത്തു. UDP സെക്രട്ടറി ലിത മറിയം അധ്യക്ഷത വഹിച്ച ക്യാമ്പ് അമേരിക്കൻ മിഷൻ ഹോസ്പിറ്റലിലെ സീനിയർ ഫാമിലി ഫിസിഷ്യൻ ഡോക്ടർ ബാബു രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ഗായത്രി, ഡോക്ടർ ബെൻറോയ്, ഡോക്ടർ ബാബു എന്നിവർ കൺസൾട്ടേഷൻ നൽകി. തുടർന്ന് പ്രോഗ്രാം കോർഡിനേറ്റർ സുചിത്ര രാജീവ് നന്ദി രേഖപ്പെടുത്തി. പ്രോഗ്രാം കോർഡിനേറ്റേഴ്സ് പ്രിൻസ് തോമസ്, ജേഴ്സി രാമചന്ദ്രൻ, ലൗലി മാത്യു, ഷേർലി തോമസ് എന്നിവരും എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് അനു ഷാജിദ്, വിഞ്ജു മറിയം, ആര്യ രാജേഷ്, അപർണ ചന്ദ്രൻ, ശ്വേത പുനീത്, സിതാര കുമാർ എന്നിവരും ക്യാമ്പിൽ പങ്കെടുത്തു. ഹോട്ടലിൽ പരിചാരക ജോലി വാഗ്ദാനം ചെയ്ത ബഹ്റൈനിലെത്തിച്ച ശേഷം നൈറ്റ് ക്ലബ്ബിൽ അനാശാസ്യത്തിന് നിയോഗിച്ചതായി യുവതിയുടെ പരാതി. 4 അറബ് സ്ത്രീകളാണ് ചൂഷണത്തിനിരകളായത്. ഇവരുടെ കേസ് ഹൈ ക്രിമിനൽ കോടതി 10-ന് പരിഗണിക്കും. എയർപോർട്ടിലെത്തിയ യുവതികളെ ഹോട്ടലിൽ എത്തിക്കുകയും പാസ്പോർട്ട് വാങ്ങിവെക്കുകയും ചെയ്തെന്നും പരാതിയിൽ പറയുന്നു. നിശ ക്ലബ്ബ് ഉപഭോക്താക്കളെ സന്തോഷിപ്പിക്കണമെന്ന് നിർബന്ധിക്കുകയും ചെയ്തു. നിരസിച്ചപ്പോൾ വേതനം തടഞ്ഞുവെച്ചു. തുടർന്ന് രക്ഷപ്പെട്ട സ്ത്രീകൾ പരാതി നൽകുകയായിരുന്നു. ഹോട്ടലിൽ പരിചാരകരായി ജോലി ചെയ്യാമെന്ന് പ്രതീക്ഷിച്ചാണ് എത്തിയതെന്നും ഇരകൾ പറഞ്ഞു. പ്രതിഷേധിച്ചപ്പോൾ നാട് കടത്തുമെന്നും ശമ്പളം നൽകില്ലെന്നും പ്രതികൾ ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ പറയുന്നു. ഇവരെ കൊണ്ടുവന്നയാളും ഹോട്ടലിൽ നടത്തിപ്പുകാരനുമാണ് പ്രതികൾ. പ്രതികളിൽ ഒരാൾക്കെതിരെ സമാനമായ രീതിയിൽ നേരത്തെ കേസുണ്ടെന്നും പ്രോസിക്യൂഷൻ കണ്ടെത്തി. വയനാട് ദുരന്തത്തിൽ കേരളത്തിന് അർഹമായ സഹായങ്ങൾ നൽകാൻ തയ്യാറാകാത്തതുൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാർ കേരളത്തിനോട് കാണിക്കുന്ന വിവേചനത്തിനെതിരെ കേരളത്തിൽ നടക്കുന്ന സമര പരിപാടികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ബഹ്റൈനിലും പരിപാടി നടന്നു. ഒന്നാണ് കേരളം ഒന്നാമതാണ് കേരളം കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് പരിപാടി നടന്നത്. കൂട്ടായ്മയിൽ അംഗങ്ങളായ വിവിധ സംഘടനാ പ്രതിനിധികൾ സംസാരിച്ചു. തിരുവനന്തപുരത്ത് രാജ്ഭവന് മുന്നിലും ജില്ലകളിൽ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്ക് മുന്നിലുമാണ് പരിപാടി സംഘടിപ്പിച്ചത്. ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി സെലിബ്രേറ്റ് ബഹ്റൈൻ 2024 സീസൺ പ്രൊമോഷൻ ക്യാമ്പയിനിന്റെ ഭാഗമായി മുഹറക് നൈറ്റ്സിന് പ്രൗഢമായ തുടക്കം. ഈ മാസം 30 വരെയുള്ള യുനെസ്കോ സംരക്ഷിത സ്മാരക പട്ടികയിലുള്ള പോളിംഗ് പാത്തിൽ നടക്കുന്ന മുഹറക് നൈറ്റ്സ് കാഴ്ചക്കാർക്ക് അതുല്യമായ അനുഭവം പ്രദാനം ചെയ്യും. കുട്ടികളുടെ പ്രോഗ്രാമുകൾ, കരകൗശല പ്രദർശനങ്ങൾ, ഭക്ഷണം, സംഗീതം എന്നിവയുൾപ്പെടെയുള്ള സർഗാത്മക സംവേദനാത്മകവുമായ പ്രവർത്തനങ്ങളുടെ വൈവിധ്യമാർന്ന സംയോജനമാണ് ഒരുക്കിയിരിക്കുന്നത്. പ്രവേശനം സൗജന്യമാണ്. ഞായർ, ബുധൻ വൈകിട്ട് 5 മുതൽ 10 വരെയും വ്യാഴം, ശനി വൈകിട്ട് 5 മുതൽ അർദ്ധരാത്രി വരെയുമാണ് ഫെസ്റ്റിവൽ. ബഹ്റൈന്റെ സമ്പന്നമായ ചരിത്രം ആഘോഷിക്കുന്ന സാംസ്കാരിക പരിപാടികളും പ്രദർശനങ്ങളുമാണ് പരിപാടിയുടെ ഭാഗമായി നടക്കുക. പോളിംഗ് പാത്തിലുടനീളം സഞ്ചാരികളെയും കലാസ്വാദകരെയും ആകർഷിക്കുന്ന പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. ബഹുവർണ്ണങ്ങളിൽ പോളിംഗ് പാത്താകെ അണിഞ്ഞൊരുങ്ങി കഴിഞ്ഞു. ബഹ്റൈനിൽ തനത് സാംസ്കാരിക സമ്പത്ത് വിശദമാക്കുന്ന കലാപരിപാടികളാണ് വിവിധ വേദികളിലായി നടക്കുക. മുഹറക്കിലാകെ ഉത്സവ പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. സെലിബ്രേറ്റ് ബഹ്റൈന്റെ ഭാഗമായി ഡിസംബറിലുടനീളം വൈവിധ്യമാർന്ന വിനോദ പരിപാടികളാണ് രാജ്യത്ത് നടക്കുക. ഹെറിറ്റേജ് വില്ലേജ് ഫെസ്റ്റിവൽ, മനാമ നൈറ്റ്സ് എന്നിവ വരും ദിവസങ്ങളിൽ കലാസ്വാദകരെ ആകർഷിക്കും. അവിസ്മരണീയ അനുഭവമായിരിക്കും ഈ സീസൺ കാഴ്ചക്കാർക്ക് സമ്മാനിക്കുകയെന്നും ടൂറിസം മന്ത്രി BTE ചെയർപേഴ്സണുമായ ഫാത്തിമ ബിൻ ജാഫർ അൽ സൈറാഫി പറഞ്ഞു. സ്പോർട്സ്, ഷോപ്പിംഗ്, വാട്ടർ അഡ്വഞ്ചറുകളടക്കം പൗരന്മാർക്കും താമസക്കാർക്കും സന്ദർശകർക്കും അതുല്യമായ അനുഭവങ്ങൾ സൃഷ്ടിക്കുന്ന പരിപാടികളാണ് വരാൻ പോകുന്നത്. ഡിസംബർ 7 മുതൽ എല്ലാ ശനിയാഴ്ചകളിലും അൽ ബുദയ്യ ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഫാർമേഴ്സ് മാർക്കറ്റ് നടക്കും. പ്രാദേശിക ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ കുടുംബങ്ങൾക്ക് അസുലഭ അവസരമാണിത്. ഡിസംബർ 10-ന് അൽദാന ആംഫി തിയേറ്ററിൽ എമിനെയിം കൺസൾട്ടന്റ് അവതരിപ്പിക്കും. ഡിസംബർ 15-ന് ബഹ്റൈൻ കലാകാരന്മാരായ ഖാലിദ് അൽ ഷൈഖ്, ഹിന്ദ് മുഹമ്മദ് അൽ ബക്രി, സമാവ അൽ ഷൈഖ് എന്നിവർ പങ്കെടുക്കുന്ന ബഹ്റൈനി നൈറ്റും നടക്കും. ഡിസംബർ 26-ന് മജീദ് അൽ മോഹൻദാസ് അവതരിപ്പിക്കുന്ന കൺസൾട്ട്, ഡിസംബർ 28-ന് ലയണൽ റിച്ചി അരങ്ങിലെത്തുന്ന പരിപാടി എന്നിവ എക്സിബിഷൻ വേൾഡിൽ നടക്കും. ഇവന്റുകളുടെയും എക്സ്ക്ലൂസീവ് ഓഫറുകളുടെയും വിശദാംശങ്ങൾക്ക് www.celebrate.bh എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് വഴി സന്ദർശിക്കാം. കാത്തിരുന്ന ദിവസമെത്തി. ഉപരിപഠനത്തിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിജ്ഞാനത്തിൻ്റെയും കരിയറിൻ്റെയും അനന്ത സാധ്യതകൾ പകർന്നുകൊണ്ട് ഗൾഫ് മാധ്യമം എജു കഫേ ഇന്നുകൂടെ ഇന്ത്യൻ ക്ലബ്ബിൽ നടക്കും. 2 ദിവസത്തെ മേളയിൽ രജിസ്ട്രേഷനും പ്രവേശനവും സൗജന്യമാണ്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി പൊളിറ്റിക്കൽ സയൻസ് പ്രൊഫസറും മുൻ സോഷ്യൽ സയൻസ് ഡീനുമായ പ്രൊഫസർ MH ഇലിയാസ്, പ്രശസ്ത ശിശുരോഗ വിദഗ്ധയും മോട്ടിവേറ്ററും എഴുത്തുകാരിയുമായ ഡോക്ടർ സൗമ്യ സരീൻ,
IA വിദഗ്ധനും പബ്ലിക് സ്പീക്കറുമായ കൃഷ്ണകുമാർ, പ്രശസ്ത മജീഷ്യനും മെന്റലിസ്റ്റുമായ രാജമൂർത്തി എന്നിവർ എജു കഫേയിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കും. വിദ്യാഭ്യാസ കരിയർ സ്ഥാപനങ്ങളുടെ പ്രദർശനങ്ങൾ, പരീക്ഷയെ വിജയകരമായി നേരിടാനുള്ള ടിപ്സുകൾ, അഭിരുചി തിരിച്ചറിയാനുള്ള പ്രത്യേക ടെസ്റ്റ്, മോട്ടിവേഷണൽ ക്ലാസുകൾ, ഉന്നത വിജയത്തിന് ആവശ്യമായ കൗൺസിലിംഗ്, ആത്മവിശ്വാസം വർദ്ധിപ്പിക്കൽ, കരിയർ ഗൈഡൻസ്, തൊഴിൽ മേള എന്നിവയെല്ലാം മേളയുടെ ഭാഗമായി നടക്കും. ഗർഭസ്ഥ ശിശുവിന്റെ വൈകല്യം കണ്ടെത്താത്ത സംഭവത്തിൽ അന്വേഷണ സംഘം റിപ്പോർട്ട് സർക്കാരിന് കൈമാറി. വെള്ളിയാഴ്ച വൈകിട്ട് ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറും അന്വേഷണ സംഘത്തിന്റെ മേധാവിയുമായ ഡോക്ടർ വി മീനാക്ഷി റിപ്പോർട്ട് കൈമാറുകയായിരുന്നു. കഴിഞ്ഞ 29-ാം തീയതി അന്വേഷണ സംഘം ആലപ്പുഴ ആശുപത്രിയിലും സ്കാനിംഗ് സെന്ററുകളിലും പരിശോധന നടത്തി കണ്ടെത്തിയതും പിടിച്ചെടുത്തതുമായ രേഖകൾ വിശകലനം ചെയ്താണ് അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കി ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കും ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കും കൈമാറിയതെന്നും ഡോക്ടർ മീനാക്ഷി പറഞ്ഞു. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് അന്വേഷണം. വീഴ്ച കണ്ടെത്തിയ സ്കാനിംഗ് സെന്ററുകളുടെ ലൈസൻസ് റദ്ദാക്കിയിരുന്നു. കിഴക്കേക്കോട്ടയിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ബസ്സുകൾക്കിടയിൽ കുടുങ്ങി ഗൃഹനാഥന് ദാരുണാന്ത്യം. കേരള ബാങ്ക് ആസ്ഥാനത്തെ ജനറൽ അഡ്മിനിസ്ട്രേഷൻ സീനിയർ മാനേജർ കൊല്ലം കൂട്ടിക്കട ഗാലക്സിയിൽ ഉല്ലാസാണ് മരിച്ചത്. സ്വകാര്യ ബസ്സിനും KSRTC ബസ്സിനുമിടയിലാണ് കുടുങ്ങി മരിച്ചത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:45ഓടെയായിരുന്നു സംഭവം. ഇരു ബസ്സുകളുടെയും ഡ്രൈവർമാരെ ഫോർട്ട് പോലീസ് അറസ്റ്റ് ചെയ്തു. കിഴക്കേക്കോട്ടയിൽ പഴവങ്ങാടിക്കും നോർത്ത് ബസ് സ്റ്റാൻഡിനും ഇടയിലാണ് അപകടം. റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്നതിനിടെ അലക്ഷ്യമായി എത്തിയ ബസ്സുകൾക്കിടയിൽ ഉല്ലാസ് കുടുങ്ങുകയായിരുന്നു. റോഡിലേക്ക് വീണ ഉല്ലാസിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഭാര്യ സുനിജ സെക്രട്ടേറിയറ്റിലെ ലൈബ്രറിയനാണ്. മകൻ അമൻ ഉല്ലാസ് കൊല്ലൂർവിള സർവീസ് സഹകരണ ബാങ്കിൽ ക്ലർക്കാണ്. കേരളപ്പിറവി ദിനത്തോടനുബന്ധിച്ച് വിതരണം ചെയ്ത മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലുകളിൽ ഗുരുതര അക്ഷരത്തെറ്റുകൾ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് ആസ്ഥാനം DIG സതീഷ് ബിനോയ് പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകി. വിഷയത്തിൽ ഗുരുതര പിഴവ് സംഭവിച്ചതായും മെഡൽ തയ്യാറാക്കിയ തിരുവനന്തപുരത്തെ ഭഗവതി ഇൻഡസ്ട്രീസിനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സ്ഥാപനം നൽകിയ മെഡലുകൾ പരിശോധിക്കുന്നതിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കേരളപ്പിറവി ദിനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിതരണം ചെയ്ത മെഡലുകളിലാണ് ഗുരുതര അക്ഷരത്തെറ്റുകൾ കടന്നുകൂടിയത്. ആഭ്യന്തര വകുപ്പിന് തന്നെ നാണക്കേടായിരുന്നു. മുഖ്യമന്ത്രിയുടെ എന്നതിനു പകരം മുഖ്യമന്ത്രിയുടെ എന്നാണ് മെഡൽ രേഖപ്പെടുത്തിയത്. പോലീസ് മെഡൽ എന്നത് തെറ്റായി പൊലസ് മെഡൽ എന്നും രേഖപ്പെടുത്തി. സർക്കാർ രേഖകളിൽ പോലീസ് എന്നെഴുതുമ്പോൾ പോ ഉപയോഗിക്കരുതെന്നും പോ എന്നാണ് വേണ്ടതെന്നും ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പ് 2022 നിർദ്ദേശിച്ചിരുന്നു. അതും തെറ്റായി അച്ചടിച്ചു. മെഡലിലെ സംസ്ഥാന മുദ്രയിലും ഗുരുതര പിഴവ് പറ്റി. മുദ്രയുടെ ഏറ്റവും താഴെയാണ് സത്യമേവ ജയതേ എന്ന് രേഖപ്പെടുത്തിയത്. 2010 മുദ്ര പരിഷ്കരിച്ചിരുന്നു. അശോക സ്തംഭത്തിനും ശംഖുമുദ്രയ്ക്ക് മധ്യേ സത്യമേവ ജയതേ എന്ന് രേഖപ്പെടുത്തണമെന്നും സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. വിതരണം ചെയ്ത പോലീസ് മെഡലിൽ 2010 മുൻപുള്ള മുദ്രയാണ് ഉപയോഗിച്ചത്. സംഭവം നാണക്കേടായതോടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് DGPയോട് വിശദീകരണം തേടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ DGP ഷേഖ് ദർവേഷ് സാഹിബ് അന്വേഷണം പ്രഖ്യാപിക്കുകയുമായിരുന്നു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.